ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AksLearning. AksLearningലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റം ബസ് ആർക്കിടെക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. The system bus used to connect the components in the computer system. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള കോമ്പണൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം ബസ് യൂസ് ചെയ്യുന്നത്. ഫിസിക്കലി എ ബസ് ഈസ് എ സെറ്റ് ഓഫ് വയേഴ്സ്. ഫിസിക്കലി ബസ് എന്ന് പറയുന്നത് ഈസ് എ സെറ്റ് ഓഫ് വയേഴ്സാണ് ബസ് എന്ന് പറയുന്നത്. ദ കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ ആർ കണക്റ്റഡ് ടു ദ ബസ്സസ്. കമ്പ്യൂട്ടറിലെ കോമ്പണൻസ് എല്ലാം ബസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ടു സെൻഡ് ഇൻഫർമേഷൻ ഫ്രം വൺ കോമ്പോണൻറ്റ് ടു അനദർ ദ സോഴ്സ് കോമ്പോണൻറ്റ് ഔട്ട്പുട്ട് ഡേറ്റ ഓൺ ടു ദ ബസ്. അതായത് വൺ കോമ്പോണൻറ്റിൽ നിന്ന് അനദർ കോമ്പോണൻറ്റിലേക്ക് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ സോഴ്സ് കോമ്പോണൻറ്റ് ഏതാണോ സോഴ്സ് കോമ്പോണൻറ്റ് ആ സോഴ്സ് കോമ്പോണൻറ്റ് സെൻഡ് ഔട്ട്പുട്ട് ഡേറ്റ ഓൺ ടു ദ ബസ്. സോഴ്സ് കോമ്പോണൻറ്റ് സെൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡേറ്റ ഓൺ ടു ദ ബസ്സിലേക്ക് ഡേറ്റ ഔട്ട്പുട്ട് ചെയ്യും. അതിനുശേഷം ആ ഡേറ്റ ടാർഗറ്റ് കോമ്പണൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ടാർഗറ്റ് കോമ്പണൻറ്റ് എന്ത് ചെയ്യും, റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് സിസ്റ്റം ബസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സിസ്റ്റം ബസ് ആർക്കിടെക്ചറിൽ സിസ്റ്റം ബസ് ഉണ്ട്, അതേപോലെ തന്നെ CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നെ എന്താണ്, ദർ ആർ 3 ബസ്സസ്: കൺട്രോൾ ബസ്, അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ്. ഇതാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ബസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും തമ്മിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിസ്റ്റം ബസ് ആർക്കിടെക്ചർ. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ദർ ആർ 3 ടൈപ്പ് ഓഫ് ബസ്സസ് 3 ടൈപ്പുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് വണ്ണാണ്, ദർ ആർ 3 ടൈപ്പ് ഓഫ് ബസ്സസ്. 3 ടൈപ്പ് ബസ്സസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബസ്സാണ് അഡ്രസ് ബസ്സാണ് നമ്മളിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. ഇതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, അഡ്രസ് ബസ്സിൽ നോക്കാം, ഇവിടെ CPU ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അഡ്രസ് ബസ്സുമായിട്ട് CPU കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. CPU എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ, അഡ്രസ് ബസ്സിലേക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട് CPUവിൻ്റെ. അതിനുശേഷം അഡ്രസ് ബസ് പിന്നെ എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, മെമ്മറിയിലേക്ക് പോകുന്നുണ്ട്. അഡ്രസ് ബസ്സിൻ്റെ ഇൻപുട്ട് മെമ്മറിയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, ഈ അഡ്രസ് ബസ്സായിട്ട് ഡേറ്റ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അഡ്രസ് ബസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഔട്ട്പുട്ടും ഉണ്ട്. കണ്ടോ, ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ട് സൈഡിലേക്ക് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, അഡ്രസ് ബസ് ക്യാൻ ഓൺലി സെൻഡ് ഇൻഫോർമേഷൻ ടു മെമ്മറിയിലേക്ക് സെൻഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ CPU എന്ത് ചെയ്യുന്നതാണ്, റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അഡ്രസ് ബസ്. ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. അഡ്രസ് ബസ്സിൽ എന്താ പറയുന്നത് നോക്കാം. ലെറ്റ്സ് സീ. അഡ്രസ് ബസ്. ഓക്കെ, വെൻ ദ CPU റീഡ്സ് ഡേറ്റ ഓർ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ഓർ റൈറ്റ് ഡേറ്റ ടു മെമ്മറി. എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ CPU എന്ത് ചെയ്യണം, റീഡ് ഡേറ്റ ഓർ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യണം ടു മെമ്മറി. ഇറ്റ് മസ്റ്റ് സ്പെസിഫൈ ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഇറ്റ് വിഷ് ടു ആക്സസ്. അതായത് എന്ത് ചെയ്യണം, CPU റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം ഡേറ്റോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ റേഡിയോ റൈറ്റോ ചെയ്യണം മെമ്മറിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ CPU എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് സ്പെസിഫൈ ദ അഡ്രസ് ഓഫ് ദ മെമ്മറിയുടെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫൈ ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഇറ്റ് വിഷ് ടു ആക്സസ്. അത് ഏതാണോ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇറ്റ് ഔട്ട്പുട്ട് ദിസ് അഡ്രസ് ടു ദ അഡ്രസ് ബസ്. ആ അഡ്രസ്സിനെ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യണമെന്ന് കണ്ടോ. ഇവിടുന്ന് CPU നിന്ന് അഡ്രസ് ബസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ അഡ്രസ്സ് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഔട്ട്പുട്ട് ദിസ് അഡ്രസ് it outputs this address
ടു ദ അഡ്രസ് ബസ്. അഡ്രസ് ബസ്സിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നു. മെമ്മറി ഇൻപുട്ട് ദിസ് അഡ്രസ് ഫ്രം ദ അഡ്രസ് ബസ് ആൻഡ് യൂസ് ഇറ്റ് ടു ദ ആക്സസ് ദ പ്രോപ്പർ മെമ്മറി ലൊക്കേഷൻ. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ അഡ്രസ് ബസ്സിൽ നിന്ന് CPU ഔട്ട്പുട്ട് ചെയ്ത അഡ്രസ്സ് ഉണ്ടാവും ഈ അഡ്രസ് ബസ്സിൽ. ആ അഡ്രസ്സ് എന്ത് ചെയ്യും? മെമ്മറിയിലേക്ക് ഇൻപുട്ടായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷൻ അവിടെ കിട്ടും. മെമ്മറി ഇൻപുട്ട് ദിസ് അഡ്രസ് ഫ്രം ദ അഡ്രസ് ബസ് ആൻഡ് യൂസ് ഇറ്റ് ടു ആക്സസ് ദ പ്രോപ്പർ മെമ്മറി ലൊക്കേഷൻ. ഏതാണോ പ്രോപ്പറായിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അഡ്രസ്സ് യൂസ് ചെയ്യും. ഓക്കെ, വെൻ ആക്സസ് ഓൺ input output device, the CPU places this address of the device on the address bus. ഒരു IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് CPU-നെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ when accessing an input output devices, the CPU places the address of the device on the address bus. ഏതാണോ ഡിവൈസ് ആ ഡിവൈസിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും? അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യും. അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യും. ഏതാണോ IO ഡിവൈസ് ആ IO ഡിവൈസിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും? അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യും. ഈച്ച് ഡിവൈസ് ക്യാൻ റീഡ് ദ അഡ്രസ് ഓഫ് ദ ബസ്. ഏത് ഡിവൈസിൻ്റെ അഡ്രസ്സാണോ ഉള്ളത്, ഈച്ച് ഡിവൈസ് ക്യാൻ റീഡ്, എല്ലാ ഡിവൈസിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ അഡ്രസ്സ് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഈസ് ആൻ ഡിവൈസ് ബീയിങ് ആക്സസ്ഡ് ബൈ ദ CPU. അപ്പോൾ ഏത് ഡിവൈസാണോ CPU ആക്സസ് ചെയ്യുന്നതെന്ന് അതിനറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ IO ഡിവൈസസിൻ്റെ അഡ്രസ് ബസ്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് IO ഡിവൈസുമായിട്ട് CPU-നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് മെമ്മറിയുടെ അഡ്രസ്സ് അതിൽ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റാബേസ്. ഓക്കെ, ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് വയ ഡേറ്റാബേസ്. ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? CPU-ന് മെമ്മറി ആയിട്ടോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യും? ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് വയ ദ ഡേറ്റാബേസിലൂടെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, വെൻ ദ CPU ഫെച്ചസ് ദ ഡേറ്റ ഫ്രം ദ മെമ്മറി. CPU മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്ത് വെൻ ദ CPU ഫെച്ചസ് ദ ഡേറ്റ ഫ്രം ദ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫസ്റ്റ് ഔട്ട്പുട്ട് ദ മെമ്മറി അഡ്രസ് ഓൺ ഇറ്റ്സ് അഡ്രസ് ബസ്. അതായത് ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫസ്റ്റ് ഔട്ട്പുട്ട് ദ മെമ്മറി അഡ്രസ് ഓൺ ടു ദ അഡ്രസ് ബസ്സിലേക്ക് ആ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യും. ദെൻ ദ മെമ്മറി ഔട്ട്പുട്ട് ദ ഡേറ്റ ഓൺ ടു ദ ഡേറ്റാബേസ്. ആ മെമ്മറി അഡ്രസ്സിൽ നിന്ന്, അതായത് ഈ കറസ്പോണ്ടിങ്, അത് ഏത് അഡ്രസ് ബസ്സിൽ ഏതാണോ മെമ്മറി അഡ്രസ്സ് പാസ് ചെയ്തിട്ടുള്ളത് ആ മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റേനെ എന്ത് ചെയ്യും? ഡേറ്റാബേസിലേക്ക് മെമ്മറി ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ദ CPU ക്യാൻ ദെൻ റീഡ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്. CPU-ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? CPU ക്യാൻ ദെൻ റീഡ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്. ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ആ മെമ്മറി ലൊക്കേഷനിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്. ആ അഡ്രസ്സ് CPU എന്ത് ചെയ്യും? ആ ഡേറ്റയാണ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് CPU എന്ത് ചെയ്യും? ഫസ്റ്റ് ആ അഡ്രസ് ബസ്സിലേക്ക് സ്പെസിഫൈ ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. ആ അഡ്രസ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനുള്ള ഡേറ്റേനെ മെമ്മറി എന്ത് ചെയ്യും? ഡേറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. ഡേറ്റാബേസിലേക്ക് ആ ഡേറ്റനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റനെ ഈസി ആയിട്ട് ആർക്ക് എടുക്കാൻ വേണ്ടി പറ്റും? CPU-നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റാബേസ്. ഓക്കെ, വെൻ റൈറ്റിംഗ് ഡേറ്റ ടു ദ മെമ്മറി. ഇപ്പം പറഞ്ഞത് റീഡ് ചെയ്യുന്ന കേസാണ്. ഇനി റൈറ്റ് ചെയ്യണമെങ്കിലോ CPU ഫസ്റ്റ് ഔട്ട്പുട്ട് ദ അഡ്രസ് ഓൺ ദ അഡ്രസ് ബസ്. ആദ്യം എന്ത് ചെയ്യും? അഡ്രസ്സിനെ അഡ്രസ് ബസ്സിലേക്ക് പാസ് ചെയ്യും. ദെൻ ഔട്ട്പുട്ട് ദ ഡേറ്റ ഓൺ ടു ദ ഡേറ്റാബേസ്. ഇതിലെന്താ ചെയ്യുന്നത്? CPU ആണ് ഡേറ്റനെ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി, CPU ആണ് ഡേറ്റനെ എന്ത് ചെയ്യുന്നത്? മെമ്മറി ലൊക്കേഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CPU ആദ്യം എന്ത് ചെയ്യും? ഏത് ലൊക്കേഷനിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് ആ പ്ലേസ് ചെയ്യേണ്ട ലൊക്കേഷൻ അഡ്രസ് ബസ്സിൽ കൊടുക്കും. അപ്പോൾ ആ അഡ്രസ് ബസ് എന്ത് ചെയ്യും? ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിൽ ആ അഡ്രസ് ബസ് ആ അഡ്രസ്സിനെ
മെമ്മറിയിലേക്ക് കൊടുക്കും. മെമ്മറിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫൈഡ് ലൊക്കേഷനിലേക്ക് ഡാറ്റ വേണ്ടേ. അപ്പോൾ ഡാറ്റ വേണ്ടതെന്ന് വെച്ചാൽ CPU എന്ത് ചെയ്യും, ഡാറ്റാ ബസ്സിലേക്ക് ഡേറ്റേനെ പാസ് ചെയ്യും. ദെൻ ഔട്ട്പുട്ട് ദ ഡേറ്റ ഓൺ ടു ദ ഡേറ്റാ ബസ്. ഈ അഡ്രസ് ബസ്സിലേക്ക് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ CPU ചെയ്യുന്നത് ഡേറ്റേനെ ഡേറ്റാ ബസ്സിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെമ്മറി ദെൻ റീഡ് ആൻഡ് സ്റ്റോർ ദ ഡേറ്റ അറ്റ് ദ പ്രോപ്പർ ലൊക്കേഷൻ. ഓക്കെ, അഡ്രസ് ബസ്സിൽ അഡ്രസ്സ് ഉണ്ട്, ഡേറ്റാ ബസ്സിൽ ഡേറ്റയുണ്ട്. സോ മെമ്മറി ക്യാൻ റീഡ് ആൻഡ് സ്റ്റോർ ദ ഡേറ്റ അറ്റ് ദ പ്രോപ്പർ ലൊക്കേഷൻ. ഏതാണോ അഡ്രസ് ബസ്സിൽ പാസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ, ആ ലൊക്കേഷനിലുള്ള ഡേറ്റേനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, CPU പറഞ്ഞിട്ടുള്ള CPU സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ് ബസ്സിലുണ്ട്. അപ്പോൾ അഡ്രസ് ബസ്സിലുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് CPU ഷെയർ ചെയ്തിട്ടുള്ള ഡേറ്റേനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെമ്മറിക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡേറ്റ എവിടെയാണ് ഉണ്ടാവുക, ഡേറ്റാ ബസ്സിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഡേറ്റാ ബസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡേറ്റാ ബസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ 3 ബസ്സുകളുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ 3rd ബസ്സാണ് നമ്മൾ പറയാൻ പോകുന്ന കൺട്രോൾ ബസ്. ഓക്കെ, ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് ഫ്രം അതർ 2 ബസ്സസ്. ഇത് രണ്ടും, അതായത് കൺട്രോൾ ബസ്സിനെയും അഡ്രസ് ബസ്സിനെ കഴിഞ്ഞും ഡേറ്റാ ബസ്സിനെയും അഡ്രസ് ബസ്സിനെ കഴിഞ്ഞും ഡിഫറെൻ്റ് ആണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. The address bus consists of n lines which combine to transmit n bit address value. Similarly, the lines of data bus work together to transmit single multi-bit value. അതായത് n ബിറ്റ് അഡ്രസ് വാല്യൂ ആണെങ്കിൽ n ലൈൻസ് ഉപയോഗിച്ചാണ് അഡ്രസ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിമിലർലി ലൈൻസ് ഓഫ് ഡേറ്റാ ബസ് വർക്ക് ടുഗദർ ടു ട്രാൻസ്മിറ്റ് സിംഗിൾ ഓർ മൾട്ടി. അത് ഡേറ്റ ലൈൻസ് എല്ലാം കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിബിറ്റ് വാല്യൂ, സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിബിറ്റ് വാല്യൂവിനെ സെൻഡ് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ദ കൺട്രോൾ ബസ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കൺട്രോൾ ലൈൻസ്. പക്ഷേ കൺട്രോൾ ബസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കൺട്രോൾ ലൈൻസ് ആണ്. ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺട്രോൾ ലൈൻസ് ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ കൺട്രോൾ സിഗ്നൽസ് ആണ്. ഓക്കെ, these signals indicated whether the data is to be read onto or write out from the CPU. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്, whether the data is to be read ചെയ്യാനാണോ അല്ലെങ്കിൽ റൈറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. whether the CPU is accessing memory or an IO device, whether the IO device or memory is read to ട്രാൻസ്ഫർ ഡേറ്റ. അതായത് ഇതൊക്കെയാണ് കൺട്രോൾ ബസ്സിൻ്റെ യൂസസ്. അതായത് ദീസ് സിഗ്നൽസ് ഇൻഡിക്കേറ്റ് വെദർ ദ ഡേറ്റ ഈസ് ടു ബി റീഡ് ചെയ്യാനാണോ, അതേപോലെ തന്നെ റിട്ടേൺ ഔട്ട് ഓഫ് ദ മെമ്മറി റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, വെദർ ദ CPU ഈസ് ആക്സസിങ് മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ IO ഡിവൈസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, വെദർ ദ IO ഡിവൈസ് ഓർ മെമ്മറി ഈസ് റെഡി ടു ട്രാൻസ്ഫർ ഡേറ്റ. IO ഡിവൈസോ അല്ലെങ്കിൽ മെമ്മറിയോ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണോ, ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കൺട്രോൾ സിഗ്നലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിഗ്നൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബസ്സാണ് കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി സിസ്റ്റം ബസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, കമ്പ്യൂട്ടർ കോമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് വയേഴ്സാണ്. അപ്പോൾ ഇതോർത്ത് വെക്കുക, ഇതാണ് സിസ്റ്റം ബസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെമ്മറി അഡ്രസ്സിനെ CPU ആക്സസ് ചെയ്യണമെങ്കിൽ CPU ഫസ്റ്റ് എന്ത് ചെയ്യും, ആ അഡ്രസ് ബസ്സിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. അതിനുശേഷം ആ അഡ്രസ് ബസ് അതിനെ മെമ്മറിയിലേക്ക് ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനെ CPU ആക്സസ് ചെയ്യും. അതേപോലെ തന്നെ CPUവിന് മെമ്മറിയിലേക്ക് ഒരു ഡേറ്റേനെ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CPU എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അഡ്രസ് ബസ്സിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കും. എന്നിട്ട് ആ അഡ്രസ് ബസ് മെമ്മറിയിലേക്ക് ഇൻപുട്ട് കൊടുക്കും അഡ്രസ്സ്. എന്നിട്ട് മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിക്കും. അതേ ടൈമിൽ തന്നെ CPU എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPUയിലുള്ള ആ ഏത് ഡേറ്റേനാണോ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റേനെ ഡേറ്റാ ബസ്സിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. ഡേറ്റാ ബസ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇൻപുട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടെ മെമ്മറി ലൊക്കേഷൻ അത് റൈറ്റ് ചെയ്യും. ഇനി റീഡ് ചെയ്യാനാണെങ്കിൽ CPU എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്
CPU അഡ്രസ് ഏതാണോ അഡ്രസ് ലൊക്കേഷനിലുള്ള ഡേറ്റയാണോ ഏത് അഡ്രസ്സിലുള്ള ഡേറ്റയാണോ CPU-നെ ആക്സസ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ്റെ അഡ്രസ് ബസ്സിലേക്ക് സ്പെസിഫൈ ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. അതിനുശേഷം അഡ്രസ് ബസ് മെമ്മറിക്ക് ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് ആ ലൊക്കേഷനിലുള്ള ഡേറ്റേനെ മെമ്മറി എന്ത് ചെയ്യും, ഡേറ്റ ബസ്സിലേക്ക് ഔട്ട്പുട്ട് ചെയ്യും. ഡേറ്റ ബസ് അത് CPU-യിലേക്ക് ഇൻപുട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ CPU ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിസ്റ്റം ബസ് ആർക്കിടെക്ചർ. മെയിനായിട്ട് 3 ബസ്സസാണ്: കൺട്രോളർ, അഡ്രസ് ബസ് ആൻഡ് ഡേറ്റ ബസ്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ബസ് ഉപയോഗിക്കുന്നത്. അതുപോലെ അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യാനാണ് അഡ്രസ് ബസ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ അഡ്രസ് ബസ് പറഞ്ഞപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അൺലൈക്ക് ദ അതർ ബസ്സസ്, ദ അഡ്രസ് ബസ് ഓൾവേസ് റിസീവ് ഡേറ്റ ഫ്രം ദ CPU. അതായത് ബാക്കിയുള്ള 2 ബസ്സിന് അഡ്രസ് ബസ്സിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അഡ്രസ് ബസ് ഓൾവേസ് റിസീവ് ഡേറ്റ ഫ്രം ദ CPU. CPU-ന്ന് ഡേറ്റ റിസീവ് ചെയ്യുള്ളൂ, CPU-യിലേക്ക് ഡേറ്റ ഇൻപുട്ട് കൊടുക്കില്ല. അതായത് 1 ലൈനുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് CPU നെവർ റീഡ്സ് ദ അഡ്രസ് ബസ് CPU റീഡ് ചെയ്യൂല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിലൂടെ പറയാനുള്ളത്. അപ്പോൾ ഈ സിസ്റ്റം ബസ് ആർക്കിടെക്ചർ നിങ്ങൾ നല്ലപോലെ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് സിസ്റ്റം ബസ്സസ്, 3 ബസ്സസ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക. അടുത്തടുത്ത വീഡിയോകളിൽ അതെല്ലാം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.